പരിശുദ്ധ പ്രവാചകനായ നബി തിരുമേനിയെപ്പറ്റി പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ കുറേയേറെ കള്ളങ്ങളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളോടൊന്ന് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിൻ്റെ വളർച്ച ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 60 ലക്ഷം മുസ്ലിങ്ങളാണ്. 60 ലക്ഷം. യഹൂദന്മാരായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ മൈനോറിറ്റി. ഇപ്പോൾ ക്രിസ്ത്യാനി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിലിജൻ ഇസ്ലാമാണ്. ലണ്ടൻ പട്ടണത്തിലെ മേയർ മുസ്ലിമാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പട്ടണങ്ങളാണ്. യൂറോപ്പിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 23 പട്ടണങ്ങളുണ്ട് യൂറോപ്പിൽ മാത്രം. ഇസ്ലാമിൻ്റെ ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ പരിശുദ്ധനായ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മഹത്വം? പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മഹത്വം വളരെ കൃത്യമായി നമ്മൾ ഒരു 10-12 കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വളരെ ദുഃഖകരമായ ഒരുപാട് സംഭവ പരമ്പരകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. നിങ്ങളോ ഞാനോ ആണെങ്കിൽ നിരീശ്വരവാദിയോ ഒരു അഗ്നോസ്റ്റിക്കോ ആയി മാറാൻ ഇതിൻ്റെ 10-1 പോലും വേണ്ട. അദ്ദേഹത്തിന് 6 കുട്ടികൾ, ഫാത്തിമ ഒഴിച്ചുള്ള 6 കുട്ടികൾ മരിക്കുന്നത് അദ്ദേഹം കാണേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളെ 24-ാമത്തെ വയസ്സിൽ മക്കയിൽ വെച്ച് ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്തത്തിൽ കുത്തി താഴെയിട്ട് കൊന്നു. ഒരു മകൾ കൊല്ലപ്പെട്ടു. 2 പെൺമക്കൾ വിവാഹമോചനം തേടുന്ന അവസ്ഥയുണ്ടായി. ഡൈവോഴ്സ് ഉണ്ടായി 2 പെൺമക്കൾക്ക്. ഒരു മകൾ കൊല്ലപ്പെട്ടു. 4 തവണ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. 4 വധശ്രമങ്ങൾ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇത്രയെല്ലാം ജീവിതത്തിൽ സഫർ ചെയ്ത പ്രവാചകൻ ദൈവത്തെ വിളിച്ചെന്നറിയാമോ? പരമകാരുണികനായ അള്ളാഹു എന്ന്. നിങ്ങളോ ഞാനോ ഇതിൻ്റെ 10-1 കിട്ടിയാൽ മിക്കവാറും ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് നിരീശ്വര വിശ്വാസത്തിലേക്ക് പോകുമായിരുന്നു. പരിശുദ്ധ പ്രവാചകനായ നബി തിരുമേനിയെപ്പറ്റി പഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ കുറേയേറെ കള്ളങ്ങളുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളോടൊന്ന് പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് വളർന്ന് ഇപ്പോൾ ഇസ്ലാം ലോകത്തിൽ സുന്നി മുസ്ലിങ്ങൾ 170 കോടി കടന്നു. ഷിയ മുസ്ലിങ്ങൾ 22 കോടി കടന്നു. ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി മറ്റ് 4 വിഭാഗങ്ങളുടെ കൂടി 24 കോടി വേറെ. അതായത് ലോകത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 220 കോടിയാണ്. ലോകത്തിലെ ആകെ ജനസംഖ്യ 800 കോടിയാണ്. ലോകത്തിലെ മനുഷ്യരായി പിറന്ന ആളുകളിൽ 4 പേരെ എടുത്താൽ അത് ഒരാൾ മുസ്ലിമാണ്. 1/4, 25% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഇസ്ലാമാണ്. 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമാണ്. ഇസ്ലാം ഓൾറെഡി ക്രിസ്തുമത്തെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. കത്തോലിക്കാർ 120 കോടി, പ്രൊട്ടസ്റ്റന്റുകാർ 70 കോടി, ഓർത്തഡോക്സാർ 28 കോടി. അതിനെ ഇസ്ലാം ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇസ്ലാമിൻ്റെ വളർച്ച ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 60 ലക്ഷം മുസ്ലിങ്ങളാണ്. 60 ലക്ഷം. യഹൂദന്മാരായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ മൈനോറിറ്റി. ഇപ്പോൾ ക്രിസ്ത്യാനി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിലിജൻ ഇസ്ലാമാണ്. ലണ്ടൻ പട്ടണത്തിലെ മേയർ മുസ്ലിമാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പട്ടണങ്ങളാണ്. യൂറോപ്പിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 23 പട്ടണങ്ങളുണ്ട് യൂറോപ്പിൽ മാത്രം. ഇസ്ലാമിൻ്റെ ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3,30,00,000 വരുന്ന ചതുരശ്ര കിലോമീറ്ററിൽ 220 കോടി മുസ്ലിംസ്. ലോകത്തിലെ ഹിന്ദുക്കളുടെ ആകെ എണ്ണം 110 കോടിയാണ്. ഹിന്ദുക്കളുടെ നേരെ ഇരട്ടിയാണ് മുസ്ലിങ്ങളുടെ ലോകത്തിലുള്ള അംഗസംഖ്യ. ഇവിടെയാണ് പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ അല്ലെങ്കിൽ പരിശുദ്ധനായ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മഹത്വം? പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മഹത്വം വളരെ കൃത്യമായി നമ്മൾ ഒരു 10-12 കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വളരെ ദുഃഖകരമായ ഒരുപാട് സംഭവ പരമ്പരകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. നിങ്ങളോ ഞാനോ ആണെങ്കിൽ നിരീശ്വരവാദിയോ ഒരു അഗ്നോസ്റ്റിക്കോ ആയി മാറാൻ ഇതിൻ്റെ 10-1 പോലും വേണ്ട. പരിശുദ്ധ നബി തിരുമേനി AD 570-71 കാലഘട്ടത്തിൽ മക്കയിലെ പ്രസിദ്ധമായ ഭരിക്കുന്ന കുടുംബം
ആ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ഗർഭത്തിരുന്നപ്പോഴേ അച്ഛൻ മരിച്ചുപോയി. അച്ഛനെ അദ്ദേഹം കണ്ടിട്ടില്ല. 6 വയസ്സായപ്പോൾ അമ്മയും മരിച്ചു. അദ്ദേഹത്തെ കൊണ്ട് വളർത്തിയത് മുത്തച്ഛനായ മുത്തലിബും മുത്തശ്ശിയുമായിരുന്നു. ആ മുത്തച്ഛൻ 8 വയസ്സായപ്പോൾ മരിച്ചുപോയി. അനാഥ ബാല്യവും പേറി പരിശുദ്ധ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ യൗവനകാലം ചെറുപ്പകാലം കഴിച്ചുകൂട്ടി. അദ്ദേഹം വരുവാനിരിക്കുന്ന മഹാനാകുമെന്ന് അന്നാർക്കും മനസ്സിലായില്ല. അതാദ്യം മനസ്സിലായത് അന്ത്യോക്യയിലെ പാത്രികീസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനാണ്. ആ വൈദികൻ്റെ പേര് ബുഷൈറ എന്നായിരുന്നു. പ്രവാചകൻ നടന്നു വരുമ്പോൾ ഈ ഓർത്തഡോക്സ് പുരോഹിതൻ വന്ന് പരിശുദ്ധ പ്രവാചകൻ്റെ മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, മഹാനായ പ്രവാചക, അങ്ങേക്ക് എൻ്റെ സ്തുതി. പ്രവാചകൻ പറഞ്ഞു, അയ്യോ, ഞാനൊരു സാധാരണ മനുഷ്യൻ, അങ്ങൊരു പുരോഹിതനല്ലേ, അങ്ങ് എന്നെ ഇങ്ങനെയൊക്കെ വന്നിക്കാമോ? പുരോഹിതൻ പറഞ്ഞു, അല്ല, യേശുക്രിസ്തു എനിക്കൊരു ദർശനം നൽകിയിരിക്കുന്നു, അങ്ങ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പ്രവാചകനാകുമെന്ന്. വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് യഹൂദന്മാരും ക്രിസ്ത്യാനികളും പ്രവാചകന്മാരെ സിംഹാസനമാക്കുമ്പോൾ തലയിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് അങ്ങയുടെ തലയിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ സമ്മതിക്കണമെന്നാണ്. പ്രവാചകൻ പറഞ്ഞ് അങ്ങ് എങ്ങനെ തോന്നണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ബുഷൈറ 24 വയസ്സുള്ളപ്പോൾ പ്രവാചകന്റെ തലയിൽ എണ്ണയാൽ അഭിഷക്തനാക്കി വേദപുസ്തകത്തിൽ പറയുന്ന രീതിയിൽ പ്രവാചകനായി വാഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഖദീജ വിവാഹം കഴിക്കുന്നത്. മുമ്പ് 2 തവണ വിവാഹം കഴിച്ച് 2 ഭർത്താക്കന്മാർ മരിച്ച ഖദീജ മക്കയിലെ വളരെ ധനികയായ ഒരു സ്ത്രീയായിരുന്നു. ആ ഖദീജ പ്രവാചകനെ വിവാഹം കഴിക്കണം. പ്രവാചകൻ അന്ന് 25 വയസ്സേ ഉള്ളൂ. ഖദീജയ്ക്ക് പ്രവാചകനേക്കാൾ 19 വയസ്സ് പ്രായക്കൂടുതൽ. അങ്ങനെ പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് AD 610 40 വയസ്സായപ്പോൾ പ്രവാചകന് ഹിറ ഗുഹയിൽ വെച്ച് മാലാഹ ദിവ്യ ദർശനം കൊടുക്കുകയും പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയും ചെയ്തു. 40 വയസ്സുവരെ മറ്റൊരു പ്രാഗൽഭ്യവും പുറത്തു വരാത്ത ഒരു പ്രവാചകൻ അതിനുശേഷം 23 വർഷമേ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. അതിൽ ആദ്യത്തെ 12 വർഷം മക്കയിൽ താമസിച്ചു. 4 തവണ പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ചു. ആ വധശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ AD 619 തൻ്റെ പ്രിയ ഭാര്യ ഖദീജ മരിക്കുകയും തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന അങ്കിൾ അബൂ താലിബ് മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ഒരു വധശ്രമം ഉണ്ടായി. 622 അദ്ദേഹം മക്കയിൽ നിന്ന് മെദീനയിലോട്ട് പലായനം ചെയ്തു. 420 കിലോമീറ്റർ, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വന്ന ദൂരം. പക്ഷെ അത് 2 മാസം എടുത്തു യാത്ര ചെയ്യാം. മദീനയിൽ ചെന്ന് അവിടുത്തെ ഭരണാധികാരിയായി 7 വർഷം അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. AD 629 അദ്ദേഹം തിരിച്ച് മക്കയുടെ ഭരണാധികാരിയായി വരികയും 3 വർഷം 3 ഉംറകൾ ചെയ്ത ശേഷം AD 632 സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. വളരെ സംക്ഷിപ്തമായി പ്രവാചകന്റെ ജീവചരിത്രം പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയാൻ കഴിയുക. സാധാരണ മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വളരെ ദുഃഖകരമായ ഒരുപാട് സംഭവ പരമ്പരകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. നിങ്ങളോ ഞാനോ ആണെങ്കിൽ നിരീശ്വരവാദിയോ ഒരു അഗ്നോസ്റ്റിക്കോ ആയി മാറാൻ ഇതിന്റെ 10-1 പോലും വേണ്ട. പ്രവാചകൻ അച്ഛനെ കണ്ടിട്ടില്ല, അനാഥനായി ജനിച്ചു. 6 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. 8ാമത്തെ വയസ്സിൽ മുത്തച്ഛനെ നഷ്ടപ്പെട്ടു. 2 ഭാര്യമാർ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മരിച്ചു. അദ്ദേഹത്തിന് 6 കുട്ടികൾ, ഫാത്തിമ ഒഴിച്ചുള്ള 6 കുട്ടികൾ മരിക്കുന്നത് അദ്ദേഹം കാണേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകളെ 24ാമത്തെ വയസ്സിൽ മക്കയിൽ വെച്ച് ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് കുന്തത്തിൽ കുത്തി താഴെയിട്ട് കൊന്നു. 1 മകൾ കൊല്ലപ്പെട്ടു. 2 മക്കൾ, 2 പെൺമക്കൾ വിവാഹമോചനം തേടുന്ന അവസ്ഥയുണ്ടായി, ഡൈവോഴ്സ് ഉണ്ടായി. 2 പെൺമക്കൾക്ക് 1 മകൾ കൊല്ലപ്പെട്ടു. 4 തവണ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. 4 വധശ്രമങ്ങൾ അദ്ദേഹം രക്ഷപ്പെട്ടു. ഇത്രയെല്ലാം ജീവിതത്തിൽ സഫർ ചെയ്ത പ്രവാചകൻ ദൈവത്തെ വിളിച്ചെന്നറിയാമോ?
പരമകാരുണികനായ അള്ളാഹു എന്ന്. നിങ്ങളോ ഞാനോ ഇതിൻ്റെ 10-1 കിട്ടിയാൽ മിക്കവാറും ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് നിരീശ്വര വിശ്വാസത്തിലേക്ക് പോകുമായിരുന്നു. ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ ദൈവത്തിൽ അദ്ദേഹം കണ്ടത് കരുണയാണ്. പരമകാരുണികനായ അള്ളാഹു എന്ന് വിളിച്ചു. പരസ്യപ്രവാചകന്റെ ഈ ജീവിതത്തെപ്പറ്റി വളരെ ശ്രദ്ധേയമായി പരാമർശിക്കുന്നത് മൈക്കേൽ ഗേറ്റ് അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിലാണ്. അമേരിക്കയിലെ ശാസ്ത്രജ്ഞനായ മൈക്കേൽ ഗേറ്റ് ഒരു പുസ്തകം എഴുതി, ദ ഗ്രേറ്റ് 100. ലോകത്തിലെ മഹാന്മാരായ 100 പേരുടെ ചരിത്രമാണ്, ജീവചരിത്രമാണ്. അതില് നമ്പർ 1 അദ്ദേഹം പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേരാണ് വെച്ചത്. ലോകചരിത്രത്തെ മാറ്റിമറിച്ച 100 പേരിൽ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചത് പരസ്യ പ്രവാചകനാണെന്ന് അമേരിക്ക മുഴുവൻ ഇളകി മറിഞ്ഞു. യേശുക്രിസ്തുവിനെ നമ്പർ 1 വെക്കാതെ പ്രവാചകനെ നമ്പർ 1 വെച്ചതിനെതിരെ ഭയങ്കര പ്രക്ഷോഭണം. അവസാനം മൈക്കേൽ ഗേറ്റ് വോയിസ് ഓഫ് അമേരിക്കയിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ സാധാരണ മനുഷ്യർ ഒന്നുകിൽ ലൗകികമായ കാര്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഒരേ സമയം ലൗകികമായ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഒരുപോലെ വിജയിച്ച ചരിത്രത്തിലെ ഏക വ്യക്തിയാണ് പരസ്യ പ്രവാചകൻ. അതുകൊണ്ടാണ് ഞാൻ നമ്പർ 1 ഗ്രേറ്റ് 100 പ്രവാചകനെ വെച്ചത്. അതോടെ അമേരിക്കയിൽ വാദങ്ങൾ കെട്ടടങ്ങി. നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ ഗ്രേറ്റ് 100, ലോകത്തെ മാറ്റിമറിച്ച 100 വ്യക്തികൾ. പരസ്യ പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിച്ചത്? പ്രവാചകന് ശേഷം ആദ്യത്തെ 4 കാലിഫന്മാർ റഷീദ് കാലിഫ്സ് ആണ്. ആദ്യത്തെ 2 പേർ ഫാദർ ഇൻ ലോസ് ആയിരുന്നു, പിന്നത്തെ 2 പേർ സൺ ഇൻ ലോസ് ആണ്. അബൂബക്കർ ഉമറും പ്രവാചകന്റെ അമ്മായിപ്പന്മാരാണ്, ഭാര്യമാരുടെ അച്ഛനാണ്. പിന്നെ 2 പേര് ഉദ്മാനും അലിയും അദ്ദേഹത്തിന്റെ പെൺമക്കളെ കല്യാണം കഴിച്ച് സൺ ഇൻ ലോസ് ആണ്. അതുകൊണ്ട് 2 ഫാദർ ഇൻ ലോയും 2 സൺ ഇൻ ലോയും എന്ന് പറയുന്നു. റഷീദ് കാലിഫേറ്റ് കഴിഞ്ഞ ഉടനെ പിന്നെ വരുന്നത് ഉമയ്യദ് കാലിഫേറ്റ് ആണ്. അത് വളരെ ശ്രദ്ധാപൂർവം 661 തൊട്ട് 1751 വരെ പോയി. 751 അബ്ബാസിഡ് റവല്യൂഷൻ ഉണ്ടായത്. അത് കഴിഞ്ഞ് അബ്ബാസിഡ് റവല്യൂഷൻ 500 വർഷം നിലനിന്നു, 13-ാം നൂറ്റാണ്ട് വരെ. പക്ഷേ ഈ കാലഘട്ടം നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു സംഭവം ഇസ്ലാമിന്റെ ജൈത്ര യാത്രയാണ്. പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം സൈന്യം യമൻ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് ഉൾപ്പെട്ട 4 സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും സൗദി അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ഒറ്റ ഭരണത്തിലെത്തുകയും ചെയ്തു. പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് 600 ട്രൈബ്സ് ഉണ്ടായിരുന്നു അറബികൾക്ക്. അവർ പരസ്പര യുദ്ധം ചെയ്യും. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ മരിക്കും. പ്രവാചകനെ 600 ട്രൈബിനെയും ഇസ്ലാം എന്ന ഒരൊറ്റ കുടിക്കയിൽ കൊണ്ടുവന്നു. ഇന്റർനസീൻ വാറുകൾ നിന്നു. ആ ഇസ്ലാമിക സൈന്യം അപ്രാരോധ്യമായി മുന്നേറാൻ തുടങ്ങി. 654 പ്രസിദ്ധമായ യുദ്ധത്തിൽ ലബനോനും ജെറുസലേമും ഭാഗങ്ങളും ഇസ്ലാമിന്റെ കയ്യിലെത്തി. 656 പ്രസിദ്ധമായ യുദ്ധം നടക്കുകയാണ്, യാർമൂക്ക് യുദ്ധം. യാർമൂക്ക് യുദ്ധത്തിൽ ബൈസാന്റിയൻസിനെയും പേർഷ്യക്കാരെയും പരാജയപ്പെടുത്തി ഇറാഖ് മുഴുവൻ ഇസ്ലാമിന്റെ കൈവശമായി. 656. 658 ഇസ്ലാം പേർഷ്യയിലേക്ക് വന്നു. പേർഷ്യയിലെ പ്രസിദ്ധമായ ജാഷിറ യുദ്ധം, ആ യുദ്ധത്തിൽ പേർഷ്യൻ സംസ്കാരത്തെ പരാജയപ്പെടുത്തുകയും പേർഷ്യ മുഴുവൻ ഇസ്ലാമിന്റെ കൺട്രോളിലെത്തുകയും ചെയ്തു. AD 641 ഇസ്ലാമിക സൈന്യം അലക്സാണ്ട്രിയ പിടിച്ചു. പ്രസിദ്ധമായ പട്ടണം പിടിച്ചു, തുറമുഖവും പിടിച്ചു. 642 ഇസ്ലാമിക സൈന്യം ഈജിപ്തിന്റെ തലസ്ഥാനം മെംഫിസിലേക്ക് എത്തി. അവിടെ വെച്ച് വിശ്വപ്രസിദ്ധമായ നിലാവുഡ് യുദ്ധം, ആ യുദ്ധത്തിൽ 642 ഈജിപ്റ്റ് മുഴുവൻ ഇസ്ലാമിന്റെ കയ്യിലെത്തി. അത് കഴിഞ്ഞ് ഇസ്ലാം നേരെ ഇറാൻ വഴി അഫ്ഗാനിസ്ഥാൻ ഏരിയയിലോട്ട് പോകാൻ തുടങ്ങി. 656 661 ഇസ്ലാമിലെ ആഭ്യന്തര യുദ്ധം നടന്നിട്ടുണ്ട്. ഉദ്മാൻ കൊല്ലപ്പെട്ട യുദ്ധവും അലി കൊല്ലപ്പെട്ട യുദ്ധവും 2 ഇസ്ലാമിനെ 5 കൊല്ലത്തേക്ക് ബലഹീനമാക്കിയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇസ്ലാം നേരെ വസീറിസ്ഥാൻ പിടിച്ചെടുത്തു, ഖുസീറിസ്ഥാൻ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ട്രാൻസോക്സാനിയ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് 643 അസർബൈജാൻ പിടിച്ചെടുത്തു. 677 സമർഖണ്ഡിലെ സമരഗാനത്തിന് വിശ്വപ്രസിദ്ധമായ സമർഖണ്ഡും
ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാന്റെ പ്രധാന ഭാഗവും ഇസ്ലാം പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇസ്ലാം നേരെ ലിബിയയിലോട്ട് പോയി. ലിബിയ പിടിച്ചെടുത്ത് 680 ടുണീഷ്യ ഇസ്ലാം പിടിച്ചെടുത്തു. 686 ഇസ്ലാം നേരെ പോയി അൾജീരിയ പിടിച്ചെടുത്തു. 17 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള അൾജീരിയ. ഇന്ത്യയുടെ ആകെ ഏരിയ 32 ലക്ഷമാണ്, അതിൻ്റെ പകുതിയിലേറെ ഏരിയ. അത് കഴിഞ്ഞ് ഇസ്ലാം നേരെ മൊറിറ്റാനിയയിൽ പോയി മൊറിറ്റാനിയ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇസ്ലാം നേരെ പോളിസാറിയോ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇസ്ലാം മൊറോക്കോ പിടിച്ചെടുത്തു. അപ്പോഴേക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പോയി മുട്ടി ഇസ്ലാം. പിന്നെ അങ്ങോട്ട് പോകാൻ വയ്യ. ഇസ്ലാം നേരെ വടക്കോട്ട് തിരിഞ്ഞ് ഇംഗ്ലീഷ് നമ്മൾ ജിബ്രാൾട്ടർ എന്ന് വിളിക്കുന്ന മുനമ്പ് കടന്ന് സ്പെയിനിൽ കയറി. ജിബ്രാൾട്ടർ എന്ന വാക്ക് അറബി ഭാഷയാണ്. ജിബ്രാൾ അൽ താരിഖ്. താരിഖ് എന്ന ഇസ്ലാമിന്റെ സേനാനായകൻ കടന്നുപോയ സ്ഥലമെന്നോ താരിഖിന്റെ മലയെന്നോ അതിന് രണ്ടർത്ഥത്തിൽ രണ്ട് വാക്ക് രീതിയിൽ അറബിക്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ പെനിൻസുല തള്ളി അവർ സ്പെയിനിലെത്തി. ജിബ്രാൾട്ടറിലെ പെനിൻസുല നേരെ പോയി സ്പെയിനിൽ തൊട്ടടുത്ത് നിൽക്കും. അവർ സ്പെയിനിൽ പ്രവേശിച്ചു. സ്പെയിനിൽ പ്രവേശിച്ച് 712 പ്രസിദ്ധമായ യുദ്ധത്തോടു കൂടി സ്പെയിനും പോർച്ചുഗലും ഇസ്ലാമിന്റെ കൈവശമെത്തി. ഇതിനിടയ്ക്ക് കിഴക്കോട്ട് പോയ സൈന്യം അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ് പാകിസ്ഥാനിൽ കയറി സൈന്ധവ നദീതട സംസ്കാരം പിടിച്ചെടുത്തു. മുഹമ്മദ് ബിൻ ഖാസിം എന്ന വിശ്വപ്രസിദ്ധനായ സേനാനായകന്റെ നേതൃത്വത്തിൽ. അങ്ങനെ 632 പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം 100 വർഷം കഴിഞ്ഞ് 732 എത്തിയപ്പോൾ പ്രസിദ്ധമായ യുദ്ധം നടക്കുകയാണ്. ബാറ്റിൽ ഓഫ് പോയിറ്റിയേഴ്സ്. ഇസ്ലാമിക സൈന്യം പിറണീസ് പർവ്വതനിരകൾ കടന്ന് നേരെ പാരീസിലോട്ട് മാർച്ച് ചെയ്യാൻ തുടങ്ങി. പാരീസിന് 200 കിലോമീറ്റർ തെക്ക് ചാർലിമീൻ ചക്രവർത്തിയുടെ മുത്തച്ഛൻ ചാൾസ് മാർട്ടൽ ഒരു സൈന്യവുമായി വന്ന് 3 ലക്ഷം പേർ മരിച്ചു വീണ ഒരു യുദ്ധം. ആ യുദ്ധത്തിന്റെ അവസാനം ഇസ്ലാമിക സൈന്യം ഹോൾട്ട് ചെയ്യപ്പെട്ടു. ആ യുദ്ധവും കൂടി ഇസ്ലാം ജയിച്ചിരുന്നെങ്കിൽ യൂറോപ്പ് മുഴുവൻ ഇസ്ലാമായനെ, ലോകം മുഴുവൻ ഇസ്ലാമായനെ. പക്ഷെ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത് 632 കഴിഞ്ഞ് 732 ബാറ്റിൽ ഓഫ് പോയിറ്റേഴ്സ് വരെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇസ്ലാം 2 കോടി ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തിന്റെ അധിപന്മാരായി മാറി. 2 കോടി ചതുരശ്ര കിലോമീറ്റർ. ഇസ്ലാമിന്റെ ആകെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 1% ക്രോസ് ചെയ്തു. അതായത് ഇസ്ലാം മതവിശ്വാസികൾ എല്ലാം കൂടി 60 ലക്ഷത്തിന് മേളിലെത്തി ആ സമയമായപ്പോഴേ. പിന്നീട് ഇസ്ലാം പതുക്കെ എല്ലാ വശത്തോട്ടും മുന്നേറാൻ തുടങ്ങി. അതിലെ പ്രസിദ്ധമായ മുന്നേറ്റമാണ് 1192 ടറൈൻ യുദ്ധത്തിന് ശേഷം ഇസ്ലാമിക സൈന്യം കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, മധ്യപ്രദേശ്, ഒറീസ ഇങ്ങനെ കയറി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയുടെ ഏരിയ ഇസ്ലാമിന്റെ കൈവശമായി. അത്രയും കഴിഞ്ഞോടുകൂടി വളരെ പ്രസിദ്ധമായ മംഗോളിയന്മാർ ഇസ്ലാമിന്റെ ഏരിയയിലൂടെ തള്ളിക്കയറാൻ ജംഗിസ് ഖാൻ നേതൃത്വമുള്ള സൈന്യം. ജംഗിസ് ഖാൻ നേതൃത്വമുള്ള സൈന്യം 1958 വന്ന് ബാഗ്ദാദ് അടിച്ച് തകർത്ത് നശിപ്പിച്ചു കഴിഞ്ഞ് അവർ ഈജിപ്തിലോട്ട് മുന്നേറാൻ തുടങ്ങി. അപ്പോഴാണ് ഈജിപ്തിൽ നിന്ന് മാമലൂക്ക് സൈന്യം വന്നിട്ട് മംഗോളിയരെ നേരിട്ടു. 1290 വിശ്വപ്രസിദ്ധമായ യുദ്ധം നടക്കുകയാണ്. ബാറ്റിൽ ഓഫ് അൽ അലൈൻ എന്ന് പറഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ മംഗോളിയൻ സൈന്യത്തെ നേരിടാൻ ഇസ്ലാമിക സൈന്യം 3-1 ഉള്ളൂ. പക്ഷേ വളരെ പ്രസിദ്ധമായ യുദ്ധത്തിൽ മംഗോളിയരെ പരാജയപ്പെടുത്തി മുസ്ലിങ്ങൾ. മംഗോളിയരുടെ സേനാനായകൻ ചോദിച്ചു, നമ്മളെ ഈ ലോകത്തിൽ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലല്ലോ. മംഗോളിയൻ തുടങ്ങി സെൻട്രൽ ഏഷ്യ മുഴുവൻ പിടിച്ച് റഷ്യയിൽ ചെന്ന് മോസ്കോയുടെ അവിടം വരെ പിടിച്ച് തെക്കോട്ട് വന്ന് പാകിസ്ഥാൻ അവിടം വരെ പിടിച്ചിട്ട് വരുന്ന ഒരു സൈന്യം. അവർ പറഞ്ഞ് നമ്മളെ ഇതുവരെയാണ് തോൽപ്പിച്ചിട്ടുള്ളൂ, ഇവന്മാരെന്താ നമ്മളെ തോൽപ്പിച്ചത്. അപ്പോൾ മംഗോളിയരുടെ നേതാവായിരുന്ന അബാക്കോ ഖാൻ അയാളുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, നമ്മൾ യുദ്ധം ജയിക്കാൻ തുടങ്ങി 2 തവണയും അവർ വിളിച്ചൊരു മുദ്രാവാക്യം കേട്ടോ, അല്ലാഹു അക്ബർ എന്നൊരു മുദ്രാവാക്യം വിളിക്കും. അത് കഴിഞ്ഞപ്പോൾ അവരുടെ വീര്യം 10 ഇരട്ടിയായി. അതുകൊണ്ടാണ് നമ്മളെക്കാൾ 3-1 അവരുള്ളെങ്കിലും അവർ നമ്മളെ പരാജയപ്പെടുത്തി. അത് കേട്ട് അബാക്കോ ഖാൻ പറഞ്ഞു, ഞാൻ ഇസ്ലാം മതവിശ്വാസിയാവാൻ പോവുകയാണ്. മംഗോളിയർ, ചൈനയിലെ മംഗോളിയർ ഒഴിച്ച് ബാക്കി മുഴുവൻ മംഗോളിയരും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു 1290. അതോടുകൂടി
കസാക്കിസ്ഥാൻ 28 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മുഴുവൻ, താജിക്കിസ്ഥാൻ മുഴുവൻ, തർക്കമെനിസ്ഥാൻ മുഴുവൻ, കിർഗിസ്ഥാൻ മുഴുവൻ 66 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇസ്ലാമിൻ്റെ കയ്യിലായി. ഇപ്പോഴത്തെ 7 റിപ്പബ്ലിക് ഇസ്ലാമിൻ്റെ കയ്യിലായി. 1890 1430 ആയപ്പോഴേക്കും ഇസ്ലാം മലേഷ്യയിലോട്ട്, ഇത് ഇന്ത്യ ക്രോസ് ചെയ്ത് മലേഷ്യയിലെത്തി. മലേഷ്യ ഇസ്ലാം പഠിച്ചു. അത് കഴിഞ്ഞ് ഇന്തോനേഷ്യയിൽ ചെന്നു. 22 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും 20,000 ദ്വീപുകളുമുള്ള ഇന്തോനേഷ്യൻ ഉപസമൂഹം മുഴുവൻ ഇസ്ലാം മതത്തിലെത്തി. 1453 ഇസ്ലാം തുർക്കിയിലേക്ക് തള്ളിക്കയറി. 1453 മുഹമ്മദ് അലി പാഷ എന്ന് പറയുന്ന സെൽജുക് തുർക്കി നേതാവ്, അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയും ഈസ്റ്റേൺ റോമൻ എംപയർ മുഴുവൻ 8 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇസ്ലാമിലെത്തുകയും ചെയ്തു. 1492 സ്പെയിനിൽ നിന്ന് ഫെർണാണ്ടോ ഇസബെല്ലയുടെ ആക്രമണത്തിൽ റീകോൺക്വിസ്റ്റ, അവിടെ ഇസ്ലാം ഉത്തരാഫ്രിക്കയിലേക്ക് പിന്മാറി. സ്പെയിനും പോർച്ചുഗലും വിട്ടുകൊടുത്തു ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെ ഇസ്ലാം എന്ന് വന്ന് നിൽക്കുന്നത് 3,30,00,000 ചതുരശ്ര കിലോമീറ്റർ ഭരിക്കുന്ന ഒരു ശക്തിയായിട്ടാണ്. 67 രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണ്. 3,30,00,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് ഏരിയ. ഇന്ത്യയുടെ ആകെ ഏരിയ 32 ലക്ഷം. ഇന്ത്യയുടെ ആകെ ഏരിയയുടെ 11 ഇരട്ടിയാണ് ഇസ്ലാം ഭരിക്കുന്ന ഭൂപ്രദേശം. 3,30,00,000 ചതുരശ്ര കിലോമീറ്റർ. ഇസ്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് വളർന്ന് ഇപ്പോൾ ഇസ്ലാം ലോകത്തിൽ സുന്നി മുസ്ലിങ്ങൾ 170 കോടി കടന്നു. ഷിയ മുസ്ലിങ്ങൾ 22 കോടി കടന്നു. ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി മറ്റ് 4 വിഭാഗങ്ങളോട് കൂടി 24 കോടി വേറെ. അതായത് ലോകത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 220 കോടിയാണ്. ലോകത്തിലെ ആകെ ജനസംഖ്യ 800 കോടിയാണ്. ലോകത്തിലെ മനുഷ്യരായി പിറന്ന ആളുകളിൽ 4 പേരെ എടുത്താൽ അത് ഒരാൾ മുസ്ലിമാണ്. 1/4, 25% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഇസ്ലാമാണ്. 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമാണ്. ഇസ്ലാം ഓൾറെഡി ക്രിസ്തുമത്തെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. കത്തോലിക്കാർ 120 കോടി, പ്രൊട്ടസ്റ്റന്റുകാർ 70 കോടി, ഓർത്തഡോക്സാർ 28 കോടി. അതിനെ ഇസ്ലാം ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇസ്ലാമിൻ്റെ വളർച്ച ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിൽ മാത്രം 60 ലക്ഷം മുസ്ലിങ്ങളാണ്. 60 ലക്ഷം. യഹൂദന്മാരായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ മൈനോറിറ്റി. ഇപ്പോൾ ക്രിസ്ത്യാനി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിലിജൻ ഇസ്ലാമാണ്. ലണ്ടൻ പട്ടണത്തിലെ മേയർ മുസ്ലിമാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പട്ടണങ്ങളാണ്. യൂറോപ്പിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 23 പട്ടണങ്ങളുണ്ട് യൂറോപ്പിൽ മാത്രം. ഇസ്ലാമിൻ്റെ ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3,30,00,000 വരുന്ന ചതുരശ്ര കിലോമീറ്ററിൽ 220 കോടി മുസ്ലിംസ്. ലോകത്തിലെ ഹിന്ദുക്കളുടെ ആകെ എണ്ണം 110 കോടിയാണ്. ഹിന്ദുക്കളുടെ നേരെ ഇരട്ടിയാണ് മുസ്ലിങ്ങളുടെ ലോകത്തിലുള്ള അംഗസംഖ്യ. ഇവിടെയാണ് പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൈക്കേൽ ഹാർട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ സുന്ദരമായി ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്.